ഹായ് ഫ്രണ്ട്സ്. എന്റെ പേര് എൽസ. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കുറച്ച് ഗോൾഡ് പ്ലേറ്റഡ് ബ്രേസ്ലെറ്റ്സും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് എവിടെ വേണമെങ്കിലും വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ഓൾ കേരള ഷിപ്പിംഗ് വന്നിട്ട് 80 റുപ്പീസ് ആണ്. ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആൻഡ് ഡിഫറെന്റ് കൺട്രീസ് നമുക്ക് വേറെ റേറ്റ്സ് ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ജ്വല്ലറി ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഓക്കെ, ഗോൾഡ് പ്ലേറ്റഡിന്റെ പ്രത്യേകത നമുക്ക് ഡെയിലി വെയർ ആണ്. അണ്ടർ സൺ ആൻഡ് അണ്ടർ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ മേജർ അഡ്വാൻറ്റേജ്. പിന്നെ ജ്വല്ലറി നമ്മൾ പൊതുവെ യൂസ് ചെയ്യുമ്പോൾ അത് ഏത് ജ്വല്ലറി ആണെങ്കിലും, ഒറിജിനൽ ഗോൾഡ് ആണെങ്കിലും ഇമിറ്റേഷൻ ആണെങ്കിലും എന്ത് കൈൻഡ് ഓഫ് ജ്വല്ലറി ആണെങ്കിലും നമ്മളത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതിലിരിക്കും അതിന്റെ ലോങ് ലാസ്റ്റിംഗ് പവർ. ഓക്കെ, നമ്മള് കെമിക്കൽസ് ഹാർഷ് ആയാലും മൈൽഡ് ആയാലും കെമിക്കൽസ് ഡയറക്റ്റ് യൂസേജ് ഒഴിവാക്കുക. നമ്മൾ ജ്വല്ലറി ഇടുമ്പോൾ നമ്മൾ പെർഫ്യൂംസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് കെമിക്കൽസോ ആവട്ടെ. ഓക്കെ, അപ്പൊ ആ കെമിക്കൽ നമ്മുടെ ജ്വല്ലറി ആയിട്ട് കോൺടാക്ട് വരുമ്പോൾ നമ്മുടെ ജ്വല്ലറിയുടെ കളറും കാര്യങ്ങളും അതിന്റെ എന്താ പറയാ ക്വാളിറ്റിയും എല്ലാം ഭയങ്കരമായിട്ട് ഡിഫറൻസ് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും നിങ്ങളുടെ ജ്വല്ലറി പുതിയതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പു തരികയാണ്. കാരണം എന്റെ ജ്വല്ലറി, ഞാൻ സെൽ ചെയ്യുന്ന ജ്വല്ലറി മാത്രമല്ല, ഞാൻ കുഞ്ഞിലെ തൊട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന എന്റേതായിട്ടുള്ള കുറെ പേഴ്സണൽ കളക്ഷൻസ് ഉണ്ട്. അത് ഇപ്പോഴും ഫ്രഷ് ലുക്കിംഗ് ഫ്രഷ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇരിക്കുന്നു, ലൈക്ക് ന്യൂ വൺ. അപ്പൊ അത് തന്നെ കാരണം ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന രീതിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ്റനൻസിനനുസരിച്ചിരിക്കും നമ്മുടെ ജ്വല്ലറിയുടെ ഫ്രഷ്നെസ് എന്ന് തന്നെ പറയാം. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കാലാകാലത്തോളം നിങ്ങൾക്ക് ഏതൊരു ജ്വല്ലറിയും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് കിടക്കാം. ഞാനൊന്ന് കാണിക്കുന്നത് ഡെയിലി വെയർ ആയിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് ബ്രേസ്ലെറ്റ്സ് ആണ്. നമ്മുടെ കയ്യിൽ വേറെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഓരോരോ വീഡിയോസ് ആയിട്ട് ഞാൻ കാണിക്കാം. ഇന്ന് കാണിക്കാൻ പോകുന്നത് 490 റുപ്പീസിന്റെ സെഗ്മെന്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, 490 വരുന്ന ഗോൾഡ് പ്ലേറ്റഡ് ബ്രേസ്ലെറ്റ്സ് ആണ് കാണിക്കുന്നത്. അതിന്റെ പല കളേഴ്സ് ഉണ്ട്. അതിന്റെ ഞാനിപ്പോ കാണിച്ചു തരാം. പല ഷെയ്ഡ്സ് ഉണ്ട്. നമുക്ക് സാധാരണ കിട്ടാത്ത കളേഴ്സും നമുക്ക് ഇതിനകത്ത്, സ്റ്റോൺ കളേഴ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണെന്നുള്ളതാണ് അതിന്റെ മേജർ അഡ്വാൻറ്റേജ്. ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് കളർ വന്നിട്ട് കണ്ടോ, ഒരു നേവി ബ്ലൂ ആണ്. നിങ്ങൾക്ക് അത് വിസിബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നേവി ബ്ലൂ സ്റ്റോൺസ് ആണ് വരുന്നത്. ഇവിടെ 5 സ്റ്റോൺസ് വരുന്നുണ്ട്. 5 സ്റ്റോൺസ് വന്നിട്ട് അതിന്റെ എക്സ്റ്റൻഷൻ, പിന്നെ നമുക്ക് ലെങ്ത് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം, കുറയ്ക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ലെങ്ത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. അറ്റ് എക്സ്ട്രാ കോസ്റ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കളേഴ്സ് ഞാൻ ഓരോന്നും ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിനും കൂടി വെച്ച് കാണിച്ചു തരാം. ഇതിന് മുൻപത്തെ വീഡിയോസിൽ എല്ലാവരും പറയാറുണ്ട് ചില കളേഴ്സ് ക്ലിയർ അല്ല അല്ലെങ്കിൽ പ്രോഡക്റ്റ് ക്ലിയർ അല്ല എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, സോറി, കണ്ടോ, നേവി ബ്ലൂ ഗോൾഡ് പ്ലേറ്റഡ്, അപ്പുറത്തും ഇപ്പുറത്തും ഗോൾഡ് പ്ലേറ്റഡ് ചെയിൻസ് വന്നിട്ട് നേവി ബ്ലൂ സ്റ്റോൺസ് വരുന്നതാണ് ഫസ്റ്റ് ഷെയ്ഡ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ വന്നിട്ട് ഒരു പേസ്റ്റൽ പേർപ്പിൾ, പേസ്റ്റൽ പേർപ്പിൾ, ഇത് മൊണാലിസ സ്റ്റോൺ എന്ന് പറയും. അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ലൈൻസ് ആണ്. അപ്പൊ പേസ്റ്റൽ പേർപ്പിൾ ആണ് സെക്കൻഡ് കളർ. ഫസ്റ്റ് കളർ വന്നിട്ട് നേവി ബ്ലൂ ആയിരുന്നു. സെക്കൻഡ് വന്നിട്ട് പേസ്റ്റൽ പേർപ്പിൾ ആണ്. തേർഡ് വന്നിട്ട് ഒരു പേസ്റ്റൽ ഗ്രീൻ. പേസ്റ്റൽ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഗ്രീനിന്റെ ഇതുമല്ല, സീ ഗ്രീൻ അല്ലേ, സീ ഗ്രീനിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത്. വീഡിയോയിൽ വരുന്ന അതേ കളേഴ്സ് തന്നെയാണ് കേട്ടോ. ഫോട്ടോയിൽ വരുമ്പോൾ അതിന്റെ കളർ കുറച്ച് ഡിഫറൻസ് വരും, പക്ഷെ വീഡിയോയിൽ മാക്സിമം സെയിം കളർ തന്നെ വരുന്നുണ്ട്. ഓക്കെ, കണ്ടോ. പിന്നെ വന്നിട്ട് ബ്രിക്ക് കളർ എന്നൊക്കെ പറയാം. കണ്ടോ, ഇതെല്ലാം സെയിം പാറ്റേൺ ആണ്, ഡിഫറെന്റ് കളേഴ്സ് ആണ്. റേറ്റ് വന്നിട്ട് 490 റുപ്പീസ് ആണ്. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ട്. ഒരു കൺസൈൻമെന്റിന് 80 റുപ്പീസ് ആണ് ഓൾ കേരള ഷിപ്പിംഗ് ചാർജ് വരുന്നത്. അടുത്ത വന്നിട്ട് നമുക്കൊരു ബോട്ടിൽ ഗ്രീൻ. ഓക്കെ, ബോട്ടിൽ ഗ്രീൻ ആണ് സ്റ്റോൺ കളർ. പിന്നെ വന്നിട്ട് നമുക്കൊരു പേർപ്പിൾ, വയലറ്റ് സ്റ്റോൺസ്. ഇതൊക്കെ നമുക്ക് സാധാരണ നമ്മുടെ എന്താ പറയാ സെല്ലിന്റെ കളക്ഷൻസിൽ അല്ലെങ്കിൽ ഷെയ്ഡ്സിൽ കളേഴ്സിൽ വരാത്തതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ്. പിന്നെ വന്നിട്ട് ഒരു പേസ്റ്റൽ ഗ്രേയും അല്ല ബ്ലൂവും അല്ല രീതിയിലാണ്. കണ്ടോ, ചെറിയൊരു ബ്ലൂ ടിന്റ് ഉണ്ട്, പക്ഷെ ഗ്രേ കളറാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ വന്നിട്ട് നമ്മുടെ സാൻഡ് സ്റ്റോൺ ഉണ്ട്. ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുന്നതാണ്.
ആർക്കും ഇത് വേണ്ട, ലോങ് ആയി പോണ്ടെന്ന് പറഞ്ഞിട്ട് സാൻഡ് സ്റ്റോൺ. പിന്നെ വന്നിട്ട് യെല്ലോ, മാംഗോ യെല്ലോ. കണ്ടോ, ഇതെല്ലാം സെയിം പാറ്റേൺ ആണ്, കളർ ചേഞ്ചസ് ആണ്. പിന്നെ റെഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കളേഴ്സ് ഞാൻ കാണിച്ചു. ഞാൻ ഒന്നും കൂടി കാണിക്കാം. കണ്ടോ, ഇത്രയും കളേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. നേവി ബ്ലൂ, റെഡ്, ബ്രിക്ക് റെഡ്, വയലറ്റ്, പേസ്റ്റൽ വയലറ്റിലെ പേർപ്പിൾ, ബോട്ടിൽ ഗ്രീൻ, സീ ഗ്രീൻ, പേസ്റ്റൽ സീ ഗ്രീൻ, സാൻഡ്സ്റ്റോൺ, ബ്ലൂ ടിൻറ്റുള്ള പേസ്റ്റൽ ഗ്രേ ആൻഡ് മാംഗോ യെല്ലോ. ഇതെല്ലാം റേറ്റ് വന്നിട്ട് 490 rupees ആണ്. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ്. ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറി അണ്ടർ സൺ ആൻഡ് അണ്ടർ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മടിക്കണ്ട. ഓക്കെ, താങ്ക് യു, ബൈ, ടേക്ക് കെയർ.